ഇനി തൈപ്പൊങ്കൽ ആഘോഷ നിറവിലാണ് തമിഴകം. ഇന്ന് മാട്ടുപ്പൊങ്കലാണ്. വിവിധയിടങ്ങളിലായി ജല്ലിക്കെട്ടൊക്കെ പൊടിക്കുകയാണ്. നമ്മുടെ വിനയ് ഉണ്ണി ചെന്നൈയിൽ നിന്ന് ചേർന്നു. വിനയ്, ഇന്നലെയായിരുന്നു പൊങ്കൽ അല്ലേ? പൊങ്കൽ ആശംസകൾ. എന്തായാലും ഇനി ഈ ജല്ലിക്കെട്ട് മത്സരമൊക്കെ അവിടെ പലയിടങ്ങളിലായി മാട്ടുപൊങ്കലിന്റെ ഭാഗമായിട്ട് പുരോഗമിക്കുന്നു എന്നറിയാം. ഏതെങ്കിലും സ്ഥലത്ത് വിനയ് പോയോ? എന്താണ് അവിടെ ഒരു പൊങ്കൽ ആരവം എങ്ങനെയാണ്? അഞ്ജിത, എന്തായാലും ഹാപ്പി പൊങ്കൽ. തമിഴർക്ക് പ്രത്യേകിച്ച് ഒരു കാർഷിക ഉത്സവം കൂടിയാണ് പൊങ്കൽ. 4 ദിവസങ്ങൾ നടക്കുന്ന പൊങ്കലിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. ആദ്യത്തെ ദിവസം ഭോഗി പൊങ്കൽ, ഇന്നലെ തൈപ്പൊങ്കൽ, ഇന്ന് മാട്ടുപ്പൊങ്കൽ, നാളെ കാണും പൊങ്കൽ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമീകരണം. അപ്പോൾ മധുരയിലാണ് പ്രധാനമായും ജല്ലിക്കെട്ട്. മധുരൈ, പുതുക്കോട്ടை പോലുള്ള ജില്ലകളിലാണ് പ്രധാനമായും ജല്ലിക്കെട്ട്. ചെന്നൈയിൽ അങ്ങനെ ജല്ലിക്കെട്ടിൻ്റെ ഒരു ഇതില്ല. കാർഷിക വിളകൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരു ഉത്സവമായതുകൊണ്ട് തന്നെ അത്രയും മധുരൈ പോലുള്ള മേഖലകളിലാണ് ജല്ലിക്കെട്ടിന് പ്രാധാന്യം അറിയിക്കുന്നത്. ഇന്നലെ അവണിയാപുരം ജല്ലിക്കെട്ടായിരുന്നു. മധുരയിൽ തന്നെ 3 പ്രധാന ജല്ലിക്കെട്ടാണുള്ളത്. ഇന്നലെ അവണിയാപുരത്താണ്, ഇന്ന് പാലമേട്, നാളെ അളങ്കാനല്ലൂർ. എല്ലാ 3 ജല്ലിക്കെട്ടും കഴിഞ്ഞ വർഷം ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ്. കഴിഞ്ഞ വർഷം മധുരയിൽ നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്തതാണ്. നമുക്കതിൻ്റെ ഒരു ആരവം അവിടെ ചെന്നാൽ മാത്രമേ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ. അത്രയും അവർക്ക് പ്രധാനപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ് പൊങ്കലും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ജല്ലിക്കെട്ടും. നേരത്തെ ജല്ലിക്കെട്ട് നിരോധിച്ചപ്പോഴൊക്കെ ചെന്നൈയിലും മറ്റും നടന്ന പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്രയും തമിഴർക്ക് അതൊരു വികാരമാണ് പൊങ്കലും അതുപോലെ തന്നെ ജല്ലിക്കെട്ട് ഉത്സവം, ജല്ലിക്കെട്ട് ആഘോഷങ്ങൾ. എന്തായാലും ജല്ലിക്കെട്ടനുബന്ധിച്ച് നിരവധി പേർക്ക് പരിക്കൊക്കെ പറ്റുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഞാൻ നേരിട്ട് കണ്ടതാണ്. അന്ന് 2-3 മരണങ്ങളൊക്കെ അന്ന് സംഭവിച്ചു. എന്തായാലും ഈ വർഷം കഴിഞ്ഞ് ഇന്നലത്തെ ജല്ലിക്കെട്ടിൽ, അവണിയാപുരം ജല്ലിക്കെട്ടിൽ കാര്യമായ മരണവും പരിക്ക് കുറച്ച് പേർക്ക് പറ്റിയിട്ടുണ്ടെന്ന് ഒഴിച്ച് ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്നിപ്പോൾ പാലമേട് ജല്ലിക്കെട്ട് പുരോഗമിക്കുകയാണ്. മധുരയിലെ ഏറ്റവും വലിയ ജല്ലിക്കെട്ട് എന്ന് പറയുന്നത് ഇന്ന് നടക്കുന്ന പാലമേട് ജല്ലിക്കെട്ടാണ്. കാരണം 1000-ഓളം കാളകൾ അണിനിരക്കുന്ന, അതിലേറെ ജല്ലിക്കെട്ട് വിരമർ അണിനിരക്കുന്ന ഒരു ഉത്സവം തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ആഘോഷത്തിൽ തന്നെയാണ് തമിഴകം മൊത്തം. കാരണം മധുരയിലെ ജല്ലിക്കെട്ട് കാണാൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നിരവധി പേർ അവിടെ എത്തും. ദേശീയ മാധ്യമങ്ങളടക്കം വലിയ ഒരു തരത്തിലുള്ള കവറേജ് ലഭിക്കുന്ന ഒരു തമിഴ് ഉത്സവം കൂടിയാണ് ജല്ലിക്കെട്ട്. അതുകൊണ്ട് അത്രയും ഒരു ആഘോഷമാണ്. നാളെയാണ് അവസാന ദിവസം, പൊങ്കലിന്റെ അവസാന ദിവസം. അത് ആളങ്കാനല്ലൂർ ജല്ലിക്കെട്ടാണ്. നാളെ കാണും പൊങ്കലാണ്. കാണും പൊങ്കലിന്റെ വിശേഷം, ഈ 2 ദിവസം പൊങ്കൽ ആഘോഷിച്ച തമിഴ് ജനത അവരുടെ ബന്ധുക്കളെ മറ്റും കാണാൻ പോകുന്നു. അത്തരത്തിൽ ഒരു അവസാന ദിവസം എന്ന നിലയ്ക്ക് നമ്മുടെ ഓണം എങ്ങനെയാണോ അതുപോലെ തന്നെ പൊങ്കലിന്റെ അവസാന ദിവസമാണ് കാണും പൊങ്കൽ. അതോടുകൂടി ഈ വർഷത്തെ പൊങ്കൽ ആഘോഷങ്ങൾക്ക് അവസാനമാകും. ഈ പൊങ്കലില് ഈ ഭക്ഷണത്തിലൊക്കെ ഇപ്പൊ നമ്മൾ ഓണത്തിന് ഇവിടെ സദ്യയൊക്കെ ഒരുക്കുന്നത് പോലെ പൊങ്കലിൽ അവിടെ എന്തെങ്കിലും അങ്ങനത്തെ പ്രത്യേകതകളൊക്കെ ഉണ്ടോ? തീർച്ചയായും ഇതുപോലെ സദ്യയൊക്കെ തന്നെയാണ് തമിഴരുടെ ഒരു ആഘോഷ രീതി. പൊങ്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്ന പോലെ ആറ്റുകൽ പൊങ്കാല പോലെ തന്നെ പൊങ്കാല സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് അത് ഇന്നലെയായിരുന്നു. തൈപ്പൊങ്കൽ, അതായത് തൈപ്പൂയ പൊങ്കൽ എന്ന് പറയുന്ന ഇന്നലത്തെ ദിവസമായിരുന്നു ആ ഒരു ചടങ്ങ്. നമ്മൾ മലയാളികൾ ആഘോഷിക്കുന്ന പോലെ തന്നെ പുതിയ ഡ്രസ്സെല്ലാം ധരിച്ച്, പുതിയ വസ്ത്രമെല്ലാം ധരിച്ച്, പുരുഷന്മാരാണെങ്കിൽ ഷർട്ടും മുണ്ടും എല്ലാം ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ധാവണിയോ അല്ലെങ്കിൽ സാരിയൊക്കെ ധരിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷം തന്നെയാണ്. ഇന്നലെയായിരുന്നു ആഘോഷമെല്ലാം കഴിഞ്ഞു. എന്നാലും ആ തരത്തിൽ സദ്യയെല്ലാം ഒരുക്കി ഒരു ആഘോഷം തന്നെയാണ്. ഇത്രയും ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുടക്കാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളും ഈ ആഘോഷത്തിൽ പങ്കെടുക്കും. പടക്കം പൊട്ടിച്ചും മറ്റുമുള്ള ഒരു വലിയൊരു ആഘോഷം തന്നെയാണ് തമിഴ്നാട്ടിൽ. പ്രത്യേകിച്ച് തമിഴ്നാടിന് പുറമെ ആന്ധ്രയിലും ഇതിൻ്റെ ചില ഭാഗങ്ങളുണ്ട്. അവിടെയും ചില പൊങ്കലാഘോഷങ്ങളുണ്ട്. അത്തരത്തിൽ ഒരു പൊങ്കലാഘോഷം എന്ന് പറയുന്നത് ഈ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാർഷിക വിളകൾക്ക് ലഭിച്ച അത്രയും മികച്ച വിളവ് ലഭിച്ചതിന് ഒരു നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്സവമാണ് അഞ്ജിത. ശരി, വിനയ് ഉണ്ണിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പൊങ്കൽ വാഴ്ത്തുകൾ.